എനിക്ക് കൊള്ളക്കാരെ പോലൊക്കെ തോന്നുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റുഡിയോത്തെ ഒരു ഷീറ്റ് മാസ്ക് ഉണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റുഡിയോത്തെ തന്നെ ചാർക്കോൾ ഫേസ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. പക്ഷേ അത് അവൾക്ക് യൂസ് ചെയ്യാൻ പേടിയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾ എനിക്ക് തന്നെ തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് തന്നെ യൂസ് ചെയ്യാനാണ് കേട്ടോ അവൾ പറഞ്ഞത്. സോ നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെയാണ് കേട്ടോ, ഈ ഫേസിൽ എന്ത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ഫേസ് വാഷ് ചെയ്യണം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹിമാലയയുടെ ഒരു ഫേസ് വാഷാണ്. നമ്മളിതിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഫേസ് എല്ലാം വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഷീറ്റ് മാസ്ക് നമ്മുടെ ഫേസിലോട്ട് ഇടുക എന്നുള്ളതാണ് കേട്ടോ. ഫേസ് നമുക്കിവിടെ പൊട്ടിക്കാനുള്ള ഒരു പക്ഷെ ഒരു കാര്യമില്ല, പൊട്ടിക്കാൻ പറ്റുന്നൊരു ഫേസ് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം. അതായിരിക്കും കൂടി നല്ലത്. നമ്മുടെ മാസ്ക് ഇതിനുള്ളിൽ നോക്കാം. കുഴപ്പമില്ല, എനിക്ക് എന്തിന്റെ വേണമെന്ന് കിട്ടിയിട്ടില്ല. നമുക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇങ്ങനെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആകെ ചുറ്റിപ്പറിഞ്ഞ് മടക്കി ഒതുക്കിയിട്ടായിരുന്നു അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇത് നിവർത്തി ശരിയാക്കി എടുക്കണം. ഇതിൽ കണ്ണും മൂക്കും ചുണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശരിക്കും പോലെ അത് കണ്ടുപിടിക്കുകയൊക്കെ വേണം കേട്ടോ. എന്തായാലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ നമ്മുടെ ഫേസിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 15 മിനിറ്റോളം നമ്മുടെ ഫേസിൽ ഇത് വെക്കണം. എങ്ങനെയൊക്കെയോ ഞാൻ 15 മിനിറ്റോളം ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് റിമൂവ് ചെയ്യാം. ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ജെന്റിലായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫേസിൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഗ്ലോ ഒക്കെ വന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് നിയാസിനുമായിട്ട് ഞാൻ മുന്നേ സ്റ്റുഡിയോ ഒന്ന് വാങ്ങിയിട്ടുള്ളൊരു ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനെക്കാട്ടും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒന്നുകൂടി നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കി അത് സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തിൽ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ബൈ.